അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഒരു ഹിന്ദിക്കാരത്തി. ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ മുഖം കാണിക്കട്ടെ, നീ നോക്കിയിട്ട് അതിലേക്ക് പറ്റുന്ന സ്കിന്നാണോ എന്നല്ല ചോദിച്ച്. അല്ല, വീഡിയോ കോൾ ചെയ്ത പാടുണ്ട്, ഇവളുണ്ട് ടീഷർട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെ ഉള്ള ഗ്യാപ്പാക്കി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ട്, പക്ഷെ ഷാലിന്റെ എക്സ്പ്രഷൻ കാണും. പിന്നെ ഭീഷണിയാണ്. പിന്നെ കുറേ ആൾക്ക് ഈ കോമഡി ചളിയെല്ലാം കണ്ടാൽ പിന്നെയും പറയും അതല്ല നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയും. പക്ഷെ അത് മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ തീരൂല. കാരണം അത്രയും നമുക്ക് അതിനുള്ള ദേഷ്യം വരും. പിന്നെ ചിലരുണ്ടാവും ഇപ്പോൾ ഭയങ്കര ഉപ്പാക്കെല്ലാം വിളിക്കും, വെറുതെ തെറി വിളിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, ഞാൻ ഫേക്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഞാനും നല്ല ഉപ്പാക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന ആർക്കും ആ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നത്. പക്ഷെ സോറി ചോദിക്കേണ്ട ആവശ്യമില്ല. മാണിക്യമലരായ ഭൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. ये रातें ये मौसम नदी का किनारा ये चंचल हवा. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന 4 പേർ എന്തുകൊണ്ടും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കാം. കാരണം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഷാലുവിനെയും ഷാലുവിൻ്റെ ഇവർ മാത്രമുള്ള ടീമിനെയല്ല, മറിച്ച് ഞാൻ വിളിക്കുന്ന സമയത്ത് ഷാലുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അത് ഞാനാണ് ഷാലുവിനോട് പറഞ്ഞത് പെട്ടെന്ന് തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഷാലു കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊണ്ടുവന്നതാണ്. എന്തായാലും ഇവിടെ ഇല്ലാത്ത ഷാലുവിൻ്റെ ടീമുണ്ട്, അവരെ ഇനി ഒരിക്കൽ നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ? തീർച്ചയായും. അപ്പോൾ എന്തായാലും ഈ 4 പേരെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഫ്രെയിമിൽ അല്ലെങ്കിൽ കോഫി വിത്ത് ഖാദർ കരിപ്പൊടിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ചർച്ചയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും. ഒരുപാടുണ്ട് ഇവരെക്കുറിച്ച് പറയാൻ. ചെറിയ ചെറിയ വീഡിയോസിലൂടെ വലിയ വലിയ സന്ദേശങ്ങൾക്കൊപ്പം ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളടക്കം അതിൻ്റെ ഗൗരവത്തിലും അതിൻ്റെ തോതനുസരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ എല്ലാ രീതിയിലും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വാഗതം ചെയ്യുന്നു കോഫി വിത്ത് ഖാദർ കരിപ്പൊടിയിലേക്ക്. എന്താണ് ഷാലു, ഇങ്ങനെ ഒരു ടീം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ടീം ജനിക്കുന്നത്? ആദ്യമായിട്ട് ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഇതിൽ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയതല്ല, ഇതിൽ കോമഡി വീഡിയോസ് കണ്ട് ആസ്വദിക്കുന്ന ആളായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നെയല്ല നിങ്ങളെ മൈൻഡിൽ ഇത് ഞങ്ങൾക്കും ചെയ്തുകൂടാ, നമ്മളെ കാസർഗോഡ് സ്ലാങ്ങിൽ ചെയ്തിട്ട് പുറത്തുള്ളവർക്ക് നമ്മളെ സ്ലാങ് എത്തിച്ചു കൊടുത്തുകൂടെ, ആ ഒരു തിങ്കർ. അതായത് കാസർഗോഡ് ഭാഷയെ പ്രൊമോട്ട് ചെയ്യാനാണ് ആദ്യം ശ്രമിച്ചത്. അതെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആരും ഓൺ വോയിസിൽ ആരും ചെയ്യുന്നുണ്ടായില്ല, എല്ലാവരും ഇങ്ങനെ മ്യൂസിക് സിനിമ ഇതെടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളാണ് എല്ലാവരും ടീം. ഇപ്പല്ല, ടിക്ടോക്കിന് മുമ്പ് മ്യൂസിക്കലി എന്ന് പറയുന്ന ഇതുണ്ടായിരുന്നു 2017. അതെ. ആ സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ടീം വർക്കായിട്ട് കാസർഗോഡ് സ്ലാങ്ങിലാണ് തുടങ്ങുന്നത്. അപ്പോൾ പുറത്തുള്ളവർക്ക് ഇതൊരു കൗതുകമാണ്, ഇതെന്ത് ഭാഷ ഒന്നും തിരിയുന്നില്ല. ഇങ്ങനെ നമ്മളെ കാസർഗോഡ് ഭാഷ ആകുമ്പോൾ പുറത്തുള്ളവർക്ക് പെട്ടെന്ന് തിരിയില്ലല്ലോ. ഇല്ല മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഇതിൽ പുറത്തുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇതെന്ത് ആ ഒരു ഇതിൽ നമ്മൾ കുറച്ച് ലൈക്കും കാര്യങ്ങളെല്ലാം കൂടി. അപ്പോൾ പിന്നെ ഞങ്ങൾ ടീം വർക്കായിട്ട് ചെയ്യാൻ തുടങ്ങി. ടീം വർക്ക് ആകുമ്പോഴേക്കാണല്ലോ എല്ലാത്തിൻ്റെ വിജയം, സിംഗിളായിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി കുറേ ആദ്യമൊക്കെ ചളി കോമഡി ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറേ കഴിയുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ ഇത് ചെയ്യുമല്ലോ, സപ്പോർട്ട് ചെയ്തിട്ട് പറയും കുറച്ച് പബ്ലിക് മെസ്സേജ് കൊണ്ടുവരണം, ഇങ്ങനെ വെറൈറ്റി കൊണ്ടുവരണം, അങ്ങനെയെല്ലാം പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു അതും ശരിയാണ്, ഇതുകൊണ്ട് മറ്റുള്ളവർക്ക്
ഒരു ഉപകാരമാണല്ലോ, ഒരു സന്ദേശം കൂടി, ഒരു മെസ്സേജും കൂടി വേണമെന്ന് തോന്നി. അങ്ങനെ ചിന്തിച്ചിട്ടാണ് പിന്നെ കുറച്ച് പബ്ലിക് മെസ്സേജ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ആ ഒരു രീതിയിലോട്ട് മാറുന്നത്. പിന്നെ കുറേ ആൾ ഈ കോമഡി ചാളിയെല്ലാം കണ്ടാൽ പിന്നെയും പറയും അതന്നെ നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറയും. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മറ്റുള്ളവർക്ക് കുറേ ആൾ പറയുന്നുണ്ട് കുറച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അവർ പറയും നല്ല സന്ദേശമാണ്, കുട്ടികളെല്ലാം നോക്കുമ്പോൾ അതിലൊരു. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിനെ വേറൊരു മെന്റാലിറ്റി വെച്ച് കാണാം, അതായത് ഒരു എന്റർടൈൻമെന്റ് മെന്റാലിറ്റി വെച്ച് തന്നെ കാണുന്നവർക്ക് അത് രസിക്കാൻ നല്ല രീതിയിൽ സാധിക്കാറുണ്ട്. അതെ. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു മെസ്സേജ് വീഡിയോ ചെയ്തിട്ട് പിന്നീട് ഒരു കോമഡി വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വെറും സന്ദേശം മാത്രമല്ലല്ലോ, ഇപ്പോൾ കുറേ ആൾ ടെൻഷനുള്ള കാര്യങ്ങളുള്ള ആൾ ഇങ്ങനത്തെ കോമഡി കാണുമ്പോൾ റിലാക്സ് ആകുന്ന കുറേ ആളുണ്ട്. അപ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സ് ആയിട്ട് ചെയ്യുന്ന പിന്നെ ആൾക്കാരെ കുറ്റപ്പെടുത്തൽ തീരൂലല്ലോ. ഇനി എന്ത് നല്ല ചെയ്തോ എനിക്കും അവസാനം ഒരു കുറ്റപ്പെടുത്തലുണ്ടാവും, അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യില്ല. അല്ല, എനിക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 100% ആളുകളും നമ്മളെ പിന്താങ്ങും, നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇടത്ത് തന്നെ നമ്മുടെ തകർച്ചയുടെ ആദ്യ പടി തുടങ്ങുകയാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു ചിന്തയുമായിട്ട് സമൂഹത്തെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പം രണ്ടും ഉണ്ടാവും, 50-50 എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെ പോകണം. അത് കൃത്യമായി ഉൾക്കൊള്ളുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. പിന്നെ ഞങ്ങൾ മറ്റുള്ളവർ പറയുന്നത് എന്താ പറഞ്ഞിട്ട് മെയിൻ ചെയ്യാത്ത ആൾക്കാരാണ്. അത് മെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ തീരൂല, കാരണം അത്രയും നമുക്ക് അതിനുള്ള ദേഷ്യം വരും. പിന്നെ ചിലരുണ്ടാവും ഇപ്പോൾ ഭയങ്കര ഉപ്പാക്കെല്ലാം വിളിക്കും, വെറുതെ തെറി വിളിക്കും. അത് 1-2 ആൾക്കാർ. ചിലതെല്ലാം ക്ഷമിക്കും, ചിലത് നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത് ഞാൻ ഫേക്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഞാനും നല്ല ഉപ്പാക്കും വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മൾക്കും ഒരു ഇതുണ്ടല്ലോ, നമ്മളതായ ഒരു ആവേശം കാര്യങ്ങൾ. ഒരു പരിധി വരെ എല്ലാവരും സ്വാഭാവികമായിട്ട് ക്ഷമിക്കും. ഇപ്പൊ ചില വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ താഴെ വരാറുണ്ട്, ഡാഷ് മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പൊ പലതും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെയിൻ ചെയ്യാതെ വിടും. അപ്പൊ ഞാൻ കമന്റ് നോക്കൽ കുറവാണ്. അപ്പൊ നമ്മളെ കമന്റ് നോക്കുന്ന അത് കൈകാര്യം ചെയ്യുന്ന ആളാണ് വിമിഷ. അപ്പോൾ വിമിഷ പറഞ്ഞത് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പം എൻ്റെ ഉമ്മാക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പം എൻ്റെ ശത്രുക്കൾ പൊതുവെ മുതലെടുക്കുന്നതാണ്, നിന്റെ ഉമ്മ ഒരു മാനസിക രോഗിയല്ലേ എന്ന് ചോദിക്കും എന്നോട്. അപ്പം അത് അവരുദ്ദേശിക്കുന്നത് എന്താണ്, അത് പറയുമ്പോൾ ഞാൻ തളർന്നു പോകും എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അങ്ങനെ വിമർശിക്കും തോറും ആദ്യഘട്ടമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമാവലുണ്ട്. പിന്നെ പോയപ്പോൾ അത് ശീലിച്ച് അത് ഒരു എനർജി ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പൊ അതേ അവസ്ഥയായിരിക്കും ഞങ്ങൾ അതേപോലെ. പക്ഷെ ചില വേർഡ്സ് ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റാത്തുണ്ടോ, അങ്ങനെ നമ്മൾ ഉപ്പാക്കുമ്മല്ല പച്ചക്കല. അതല്ല, അതിൽ രസമുള്ളൊരു കാര്യമുണ്ട്. കാരണം വെച്ചെങ്കിൽ ഈ ഇടുന്ന വീഡിയോ നല്ല സന്ദേശം, അതായത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള വീഡിയോ. പക്ഷെ അതിലുള്ള കമന്റ് പോടാ ഡാഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ കമന്റ് ഇടും. നമുക്ക് പോയി പണി നോക്കാൻ പറയാം. അല്ല അതെ, നമ്മൾ അതെല്ലാം ഡിലീറ്റ് ചെയ്യും. ഞാൻ ബ്ലോക്കിലിടും. പിന്നെ ബ്ലോക്ക് ഓപ്ഷൻ വെച്ച് തന്നെ ഇതുപോലത്തെ ആൾക്കാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കൂടുതലും ബ്ലോക്കിലിടല്. പിന്നെ സഹിക്കാൻ പറ്റാതാണെങ്കിൽ എനിക്ക് കുറച്ച് പ്രതികരണം കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നല്ല വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന ആർക്കും ആ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു. പക്ഷെ സോറി ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളൊരു ഇത് ഒരു മനസാക്ഷി അത്രേ ഉള്ളൂ. എന്ത് തോന്നുന്നു ഈ ടീം കംഫർട്ടാണോ? അതെ കംഫർട്ടാണ്, 100% കംഫർട്ടാണ്. നമ്മളെ ടീം വർക്ക് തന്നെയാണ്. ഒരു തേനീച്ച പറന്നു പോകുന്നത്. പക്ഷെ അവൻ മുടി വെട്ടാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ വിടൂല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വില്ലന്മാർ വേണ്ടി വരും. ഇല്ല പിന്നെ നമുക്ക് പുറത്തുനിന്ന് ആളെ പോയിട്ട് തപ്പേണ്ടി വരും. ഹെയർ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതാണ് മെയിനായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹെയർ. അപ്പോൾ ഹെയർ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കുറേ കഷ്ടപ്പാടും എല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോക്ക് നമ്മുടെ ടീം വർക്കാണ് കറക്റ്റായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. പിന്നെ ആൾക്കാർ പലതും പറയും ഇങ്ങനെ മുടി വെട്ടിക്കൂടെ. പക്ഷെ മുടി വെട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ നാളെ പണി കിട്ടും. നാളെ ഒരു വില്ലനെ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നത്. അതല്ല ശാലു, ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി മുടി വെട്ടിക്കഴിഞ്ഞാലില്ലേ, ഒന്നാലോചിച്ച് നോക്കി, ആ ഒരു വില്ലന്റെ ലുക്കേ നഷ്ടപ്പെടും. അല്ല, ഈ മുടി വെക്കുന്നിടയിൽ കുറെ ആള് വേറെ രീതിയിൽ എങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഡ്രഗ്സിന് അടിമയാണ്, പൊതുവെ കഞ്ചാവാണെന്നാണ് ഒരു ധാരണ. പക്ഷെ ഞാൻ അറിയുന്നത് ഷാലു ആൻഡ് ടീം കഞ്ചാവ് ലഹരി മരുന്ന് മാഫിയക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ടീമാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. വെരി ഗുഡ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഞങ്ങളിപ്പോ യൂട്യൂബിലേക്ക് ഇപ്പൊ നമ്മള് കണ്ടന്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിലെല്ലാം ഞങ്ങൾ കൊണ്ടുവരും.
കാരണം അതിനെ ഞങ്ങളത് പേര് പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം സാധാ ഫോണിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം. എന്നാലും ഞാനൊരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം. എനിക്ക് 2 മണിക്കൂർ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ വെറും സെക്കൻഡുകൾ ദൈർഘ്യമുള്ള നിങ്ങളുടെ ചില വീഡിയോസ് ആ സിനിമകളെക്കാൾ മെസ്സേജ് നൽകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും സാധാരണക്കാരെ സഹായിക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ വർഗീയതക്കെതിരെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പൊതുസമൂഹത്തിന് നൽകുന്ന ഒരുപാട് നല്ല മെസ്സേജും ഉണ്ട്, ഒരുപാട് ബാഡ് മെസ്സേജും ഉണ്ട്. അതോടൊപ്പം തന്നെ ആ നല്ല മെസ്സേജ് നൽകുന്ന കാര്യങ്ങൾ ഒരു സിനിമ ഒരു 2 മണിക്കൂർ ദൈർഘ്യമെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം സെക്കൻഡുകൾ കൊണ്ട് വിഷ്വലൈസിൽ ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് ചെയ്യാതെ എടുത്തു പറയേണ്ടത് നിങ്ങളെ ക്യാമറ ചെയ്യുന്ന ടീമിനെ കുറിച്ചാണ്. അതെനിക്കിവിടെ പറഞ്ഞേ പറ്റും. കാരണം ഒരു വാക്കിംഗ് ഷോട്ടാണ് എങ്കിൽ, ക്ലോസ് ഷോട്ടാണ് എങ്കിൽ, വൈഡ് ലെങ്ത്തിലുള്ള ഷോട്ടാണ് എങ്കിൽ, അതൊക്കെ ഒരു ഫോണിലൂടെ എടുക്കുന്നതാണെങ്കിൽ പോലും ഒരു പുതിയ മാർക്കിൻ്റെ ഏറ്റവും പുതിയ സീരീസിലെടുക്കുന്ന ഒരു ക്യാമറയേക്കാൾ ഗംഭീരമായി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 30 സെക്കൻഡ് കാണുന്നുണ്ടെങ്കിലും ചിലപ്പോ 1 ഡേ ഫുൾ ആ ഒരു 30 സെക്കൻഡിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടാവും. കുറെ മണിക്കൂറുകളുടെ എഫേർട്ട് ഉണ്ട് അതിന്. കാരണം വെച്ചാൽ ഇതിലിപ്പോ ക്യാമറ നമ്മള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ചെയ്യുന്ന. ഇപ്പൊ ഇതിലിപ്പോ അൽത്താഫ് എന്ന് പറഞ്ഞിട്ട് അവനില്ല, പിന്നെ അതുപോലെ ഇവന്, പിന്നെ ഷെബീൽ അലിഖാന്, അങ്ങനെ തുടങ്ങി കുറച്ച് എല്ലാരും പേരെടുത്ത് ഷബീല്, അൽത്താഫ്, ബാക്കി പിന്നെ നമ്മളെ അച്ചപ്പു, അനസ്, പിന്നെ അജ്ജു, ഇങ്ങനെല്ലാം പറയുന്ന എല്ലാവരും ടീം വർക്ക് കുറെ ഉണ്ട്. നിങ്ങളെ നമുക്ക് അടുത്ത പ്രാവശ്യം ഇവരൊക്കെ നമുക്കൊന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇവരെ ഒന്ന് കൊണ്ടുവരണം. കാരണം നീ പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ 4 പേരാണ് ഉള്ളതായിരുന്നു ടൗണിൽ ഒരു അത്യാവശ്യത്തിന് വേണ്ടിട്ട് വന്നതാ. അപ്പൊ ആ സമയത്താണ് നീ വിളിച്ചിട്ട് പറയുന്നത് പെട്ടെന്ന് വാങ്ങറിയുന്നത്. പിന്നെ അവരെല്ലാം ലോങ് 100%. അത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ 4 പേര് എത്തിയത് എന്നുള്ളത് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം അഞ്ചു ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നു എന്ന് പറയാം. ഒരു പക്ഷേ ഇവരെക്കാൾ കുറച്ച് സൈസബിൾ ആണ് അല്ലെ? ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന റോളുകൾ, നിങ്ങൾ ചെയ്യുന്ന വേഷങ്ങൾ, ഇതിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അതല്ല എങ്കിൽ ഒരു സ്ക്രീൻ പ്ലേയുടെ ഭാഗമായിട്ട് 4 പേരിൽ ഒരു വേഷം തരുന്നു എന്നതിനപ്പുറത്ത് ഒരു ചോയ്സ് വേഷങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടോ ഈ ടീമിൻ്റെ അകത്ത്? അല്ല, എനിക്ക് പറഞ്ഞാൽ കുറേ ടൈമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ഷോപ്പ് ആൾക്കാരെല്ലാം പോകുന്നത്, അപ്പോൾ ഇതിൻ്റെ ഐഡിയാസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഇവര് ചെയ്യുന്ന ഒന്നിച്ചിട്ട് ചെയ്യുന്നു. അല്ല, അത് ഇപ്പൊ നീ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോരോ അക്കൗണ്ട് ഉണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അവരവരെ അക്കൗണ്ടിലൊക്കെ എടുക്കുമ്പോ അവരവരെ റോൾ സെലക്ട് ചെയ്തിട്ടുള്ള ടീമാ കൊണ്ടുവരും. അതൊരു വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ഇവര് എല്ലാവരും ഒരുമിച്ച് വീഡിയോ ചെയ്യുമെങ്കിൽ പോലും ഇവർക്കൊക്കെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ മെയിൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഷാലുവിൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ അതിൽ ഹീറോ ഷാലു ആയിരിക്കും. നേരെ മറിച്ചിട്ട് അഞ്ചുവിൻ്റെയിലേക്ക് വരുമ്പോൾ അഞ്ചു ആയിരിക്കും, ഫവാദിൻ്റെയിലേക്ക് വരുമ്പോൾ ഫവാദ് ആയിരിക്കും. ഇവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫവാദെ, ഒരു വലിയ മാറ്റം. ചെറുപ്പം മുതലേ നമ്മൾ തമ്മിൽ നല്ല പരിചയമുണ്ട്, നല്ലൊരു സൗഹൃദമാണ്. അപ്പോൾ അന്ന് രീതിയിലല്ല ഫവാദ് ഉള്ളത്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഈ വീഡിയോസിലൊക്കെ കണ്ടതിൻ്റെ പേരിൽ സെൽഫിയൊക്കെ എടുക്കാൻ വരാറില്ല. ഒരു നാണം തോന്നുന്നുണ്ടല്ലോ അല്ലെ? എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? നാണമൊന്നുമില്ല, പക്ഷെ എന്താ പറയാ, നമ്മളൊന്നല്ലല്ലോ സെലിബ്രിറ്റി. കാരണം ഈ ഷാലു ഒക്കെ ഒരുപാട് വർഷമായി. ഞാനൊക്കെ ഇപ്പൊ ബിഗിനറാണ്, ഇപ്പൊ അടുത്ത് തുടങ്ങിയത്. ഷാലു എല്ലാം മ്യൂസിക്കലി ടിക്ടോക്ക് ഉണ്ടായിരുന്ന ആ സമയത്ത് തന്നെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഷാലു എന്ന് പറയുന്നത് നമ്മളെ കാസർഗോഡ് ഒരു കിങ് തന്നെയാണ്. ഓക്കെ, അത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ ഉണ്ട്. ഓക്കെ, അത് ഒരു ദിവസമൊക്കെ ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ചിലപ്പോൾ അത് റീച്ച് കിട്ടാതൊക്കെ പോവാറുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോസിന്, കാരണം ഒരുപാട് കഷ്ടമുണ്ട് ഈ വീഡിയോസൊക്കെ എടുക്കാൻ. പിന്നെ ഞാനധികം ചെയ്യാറ് കോമഡി ഫൺ വീഡിയോസാണ്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സോഷ്യൽ മീഡിയയിൽ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഒരു മൈൻഡ് ഫ്രീ ആവാനും റിലാക്സിനും വേണ്ടിയിട്ടാണ് ആൾക്കാർ. അപ്പോൾ ആ സമയത്തൊക്കെ ഇതൊക്കെ നോക്കി ഒരു തമാശ രൂപത്തിൽ അവർ ഫ്രീ മൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് അധികം ഞാൻ തമാശ കോമഡി വീഡിയോസാണ് അധികം ഞാൻ ചെയ്യാറ്. ഒരു വിഷയം, ഒരു പക്ഷേ ഞാൻ അറിഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരിടത്ത് അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ, അവരുടെ അക്കൗണ്ട് ഇല്ലാതാക്കിയിട്ട് അവരെ നശിപ്പിച്ച് കളയാൻ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് കഴിഞ്ഞ ദിവസം എനിക്കടക്കം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം.
അപ്പോൾ ഈ ഇത്തരത്തിൽ തകർക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെയും ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വിഷയത്തിൽ ഷാലു ഇരയാക്കപ്പെട്ടു എന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഞാനും അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ്. ഷാലുക്ക് എന്താണ് തോന്നുന്നത്? ഒരു ഹണി ട്രാപ്പിലടക്കം ഷാലുവിനെ പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഈ പരിപാടി കാണുന്ന എല്ലാ പെണ്ണുങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ തരാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു മെസ്സേജ് വരും, നിങ്ങൾക്കൊരു ലക്കി ഡ്രോ അടിച്ചിട്ടുണ്ട്, ഞങ്ങളെ കമ്പനീൻ്റെ ഒരു ഇത് നിങ്ങൾക്കാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആണുങ്ങൾ കുറവാണ്, എന്നാലും പെണ്ണുങ്ങളാണ് കൂടുതൽ ഇങ്ങനത്തെ സമ്മാനം കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിൽ പെട്ടെന്ന് വീഴുന്നതാണ് പെണ്ണുങ്ങൾ. അപ്പോൾ ഈ പെണ്ണുങ്ങൾ വീഴുമ്പോൾ നമുക്ക് ഇത് അടിച്ചല്ലോ, അപ്പോൾ അവർ പറയുന്നൊരു ഓപ്ഷന് ഞങ്ങളിപ്പോൾ ഒരു ഇത് വരും, OTP വരും, അത് നിങ്ങൾ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഗിഫ്റ്റ് നിങ്ങളെ വീട്ടിലെത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ എനിക്ക് അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് പെണ്ണുങ്ങൾ പെട്ടിട്ട് അവരെ അക്കൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ അക്കൗണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ പ്രൈവസി ആയിട്ട് ചാറ്റ് ആക്കിയത്, അതുപോലെ ഇവരെ പ്രൈവസി ഫോട്ടോസ് വീഡിയോസ് ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഈ ഹാക്കർമാരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരെ പെടുത്തിട്ടുണ്ടാവും. നമുക്ക് പറയാൻ പറ്റൂല, കാരണം പറയൂല, കാരണം അഭിമാനം പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും അത്യാവശ്യം പ്രായമൊന്നും ഉണ്ടാവില്ല, ചെറിയ കുട്ടികളെല്ലാം കൂടെ. അപ്പോൾ അവർക്കൊന്നും അതിനുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിൽ മുതൽ അതുപോലത്തെ ചാറ്റിൽ കുടുങ്ങിയിട്ട് നിങ്ങളെ അക്കൗണ്ട് പോവാതെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ അതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു ഭീഷണിപ്പെടുത്തലും കൂടിയുണ്ട്. ഇങ്ങനെ മെസ്സേജ് റിക്വസ്റ്റ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ആക്കുമെന്ന് വെച്ചിട്ട് അത് അനുഭവം വീഡിയോ കോൾ വരും. നമ്മൾ ആ വീഡിയോ കോളിൽ നമ്മുടെ ഇങ്ങനെ തലയോട് കൂടി കാണിച്ചു. അത് ഞാൻ പറഞ്ഞില്ല അന്നൊരു ദിവസം. അത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒരു ക്രീമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ ക്രീം ഗൾഫിൽ നിന്ന് കൊടുത്തിട്ട് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന അങ്ങനെ ഒരു ഇത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല, ഗൾഫിൽ നേരം കൊണ്ട് തന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ അത് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാഷ് റീഫണ്ടും കൊടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ക്രീം ഇങ്ങനെ ഞാൻ ആർക്കും വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലെല്ലാം അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഒരു ഹിന്ദിക്കാരത്തി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് നിൻ്റെ അടുത്തുള്ള ആ ക്രീം എനിക്കൊരു 3-4 എണ്ണം വേണം, പിന്നെ കുറച്ചിട്ട് തരുമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു കസ്റ്റമർ രീതിയിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ പിറ്റേന്ന് എനിക്ക് വിളിച്ചിട്ട് പറയുന്നത്, പിന്നെ നിൻ്റെ ക്രീം ഞാൻ യൂസ് ചെയ്താൽ എനിക്ക് പറ്റുമോ, എൻ്റെ ഫേസിലേക്ക് ഇതാവും, ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ മുഖം കാണിക്കട്ടെ, നീ നോക്കിയിട്ട് അതിലേക്ക് പറ്റുന്ന സ്കിന്നാണോ എന്നല്ല ചോദിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഓക്കെ ഇതായിക്കോ. അങ്ങനെ വീഡിയോ കോള് ചെയ്ത പാടുണ്ട്, ഇവളുണ്ട് ഷർട്ടൊക്കെ ആദ്യം ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ടീഷർട്ട് ഇങ്ങനെ പൊക്കിയിട്ട് ഇവിടെയുള്ള ഗ്യാപ്പാക്കി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ എന്തും സംഭവിക്കാം. കാരണം ഞാൻ ഒരു ആ സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ട്, പക്ഷെ ഷാലിന്റെ എക്സ്പ്രഷൻ കാണും. പിന്നെ അല്ല, ഞാൻ മൊത്തം പറഞ്ഞു തീർക്കട്ടെ.